നിന്നെ കൊണ്ട് വായിപ്പിക്കുന്നതിന്റെ പുറമേ അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യൻ ചെയ്ത തെറ്റോ നന്മയോ കൂടുതലെന്ന് തൂക്കി നോക്കിയിട്ട് അത് കറക്റ്റായി നോക്കിയിട്ട് നിന്റെ നന്മ കുറവാണെന്ന് നിന്നെയും എന്നെയും ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ അവൻ ശിക്ഷിക്കുകയില്ല. റബ്ബേ, നീ ഞങ്ങൾക്ക് ശിക്ഷ നൽകാതെ ഞങ്ങളുടെ ത്രാസിനെ കനപ്പിക്കണേ റഹ്മാൻ. അതിന് വലിയ ഒരു കാര്യമുണ്ട് ചെറുപ്പക്കാരെ. നമ്മുടെ ത്രാസിൽ തൂക്കം കിട്ടാൻ ഏറ്റവും വലിയ കാര്യം അതെന്താണ്? ദിക്ർ ചൊല്ലലാണ്. മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞില്ലേ, റബ്ബേ എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം. അല്ലാ പറഞ്ഞു മൂസാ നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ. മൂസാ നബിയുടെ മറുപടി, അല്ലാ അതെല്ലാരും ചൊല്ലുന്ന ദിക്റല്ലേ അല്ലാ, അതാണോ എനിക്കും പറഞ്ഞു തരുന്നത്? എനിക്ക് പ്രത്യേകം ഒരു ദിക്ർ പറഞ്ഞു തരാനല്ലേ നിന്നോട് പറഞ്ഞത്? അല്ലാഹുവിന്റെ മറുപടി, ഓ മൂസാ നബിയേ, ആകാശം 7 ആകാശങ്ങളും ആകാശത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും 7 ഭൂമികളും 7 ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ചു. മറ്റേ തട്ടില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും അങ്ങ് വെച്ചാൽ ലമാലത്തി ബിഹിന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെയിറ്റ് കൊണ്ട് ഇത് മുഴുവനും അങ്ങ് ചെരിഞ്ഞു പോകും കേട്ടോ. അതങ്ങ് പൊങ്ങിപ്പോകും, ഇതങ്ങട്ട് താഴ്ന്നു പോകും. അങ്ങനെയുള്ള ദിക്റാണേ മൂസാ നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അത് ധാരാളം ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ, ധാരാളം ചൊല്ലിക്കോ മുഅ്മിനാത്തുകളെ. അത് മയ്യിത്ത് കൊണ്ടുപോകുമ്പോഴും ചൊല്ലിക്കോ, മയ്യിത്തിന്റെ സമീപത്തും ചൊല്ലിക്കോ, നിങ്ങൾ എവിടെയും ചൊല്ലിക്കോ. അതൊരു വല്ലാത്ത ദിക്ർ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മനുഷ്യന്റെ ത്രാസിൽ തൂക്കം കിട്ടുന്നവൻ വിജയം കൈവരിച്ചു, അല്ലാത്തവൻ പരാജയം സംഭവിച്ചു. അല്ലാഹ് പറയുന്നു ഫമൻ ഖഫ്ഫത് മവാസീനുഹു, മനുഷ്യന്റെ തിന്മയുടെ ത്രാസ് അതാണ് തൂങ്ങുന്നതെങ്കിൽ, അവന്റെ നന്മ തൂക്കം കുറവാണെങ്കിൽ ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും, അവരാണ് സ്വന്തം ശരീരങ്ങളെ നഷ്ടപ്പെടുത്തിയവർ. ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ കാലകാലം നരകത്തിലാണ് നബിയേ. തൽഫഹു വുജൂഹഹുമുൻ നാറു വഹും ഫീഹാ കാലിഹൂൻ. തീ ഇങ്ങനെ വന്നവരെ മുഖത്ത് തട്ടിയിട്ട്, തീയിന്റെ പാളലിങ്ങനെ പറ്റിയിട്ട് അവരെ മുഖത്ത് നിന്ന് ചുണ്ട് കയറിപ്പോയി, മേലോട്ടും കയറിപ്പോയി, താഴോട്ടും താണുപോയി. അവരെ വലിയ പല്ലുകൾ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് അവര് നരകത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദിബൂൻ. അവിടെ നരകത്തിൽ വെച്ച് അവരോടൊരു ചോദ്യമുണ്ട്. എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ധാരാളം ഓതി കേൾപ്പിച്ചു തന്ന് ഒരുപാട് പണ്ഡിതന്മാർ പ്രസംഗിച്ചിട്ടില്ലേ, ഒരുപാട് പറഞ്ഞു തന്നിട്ടില്ലേ? ഫകുൻതും ബിഹാ തുകദിബൂൻ. നീ എന്നിട്ട് കള്ളുകൂടി നിർത്താൻ പോയില്ല അല്ലേ? വഞ്ചന